ഇന്ന് യഥാർത്ഥത്തിൽ അറഫ എന്ന് പറയുന്ന സ്ഥലത്ത് കുറഞ്ഞത് 20 ലക്ഷം ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ദിവസം. മാത്രം ആൾക്കാർ കൂടുന്ന ഒരു കൺവെൻഷൻ ലോകത്ത് എവിടെയുമില്ല. ഇസ്ഹാക്കിന് മുമ്പ് ജനിച്ച കുട്ടിയാണ്. ആ കുട്ടിയാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. പടച്ചവൻ അവർക്ക് അവിടെ സംസം എന്ന് പറയുന്ന വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആണ് ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിച്ചിരുന്നത്. അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ ഹജ്ജിലേക്ക് ആൾക്കാരെ വിളിക്കുമ്പം ഒരു മനുഷ്യനില്ല. പക്ഷേ ഇന്ന് 20 ലക്ഷം ആൾക്കാരാണ്. അവർ പൈസ ഒരുക്കൂട്ടി ആ ഹജ്ജിന് വേണ്ടി സമ്പാദിച്ച് വെച്ച് അതിന് മാറ്റി വെച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹജ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഹജ്ജിൻ്റെ സമയമാണ്. ഇന്ന് യഥാർത്ഥത്തിൽ അറഫ എന്ന് പറയുന്ന സ്ഥലത്ത് 20 ലക്ഷം ആൾക്കാർ, ഏറ്റവും കുറഞ്ഞത് 20 ലക്ഷം ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് ഹജ്ജിൻ്റെ പാർട്ടായിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ഈ അറഫ എന്ന് പറയുന്നത് ഹജ്ജിൻ്റെ ഒരു വലിയൊരു പാർട്ടാണ്. അറഫ ഇല്ലെങ്കിൽ ഹജ്ജ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ഹജ്ജ് എന്താണ്? ഈ ഹജ്ജിൻ്റെ പ്രാധാന്യത എന്താണ് എന്നുള്ളതാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. നമ്മൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് നിൽക്കുന്നത് 5 തൂണുകളിലാണ്. ഒന്ന്, ആദ്യത്തേത് ഷഹാദ എന്ന് പറയും. അതായത് ദൈവം ഏകനാണ്, വേറെ ആരും ദൈവത്തിന് കൂടാതെ ആരാധ്യനില്ല എന്ന് നമ്മൾ പറയുന്നതും അതിനോടുകൂടി പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് നമ്മൾ പറയുന്നത്, അതാണ് ഷഹാദ. പിന്നെ നമ്മുടെ 5 നേരത്തെ നിസ്കാരം. മൂന്നാമത്തേത് നമ്മുടെ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന വ്രതം അല്ലെങ്കിൽ നോമ്പ്. പിന്നെ 4-മത്തേത് സക്കാത്ത്. നമ്മുടെ ഏർണിങ്സിൻ്റെ, നമ്മുടെ സേവിങ്സിൽ അതിൽ നിന്ന് 2.5% കൊടുക്കുന്ന മാൻഡേറ്ററി ആയിട്ട് നിർബന്ധമായിട്ട് കൊടുക്കുന്ന ചാരിറ്റി, അതാണ് സക്കാത്ത്. പിന്നെ ഹജ്ജ്. ഇത് 5 തൂണുകളിലാണ് ഇസ്ലാം നിൽക്കുന്നത്. അപ്പോൾ ഈ ഹജ്ജ് വളരെ വ്യത്യാസപ്പെട്ട ഒരു ഡിഫറെൻ്റ് സംഗതിയാണ് ഹജ്ജ്. ഈ ഹജ്ജ് എന്ന് പറയുന്നത് എല്ലാവർക്കും നിർബന്ധമല്ല. അത് ആരോഗ്യവും അതേപോലെ തന്നെ സാമ്പത്തിക ശേഷിയുമുള്ള ആൾക്കാർക്ക് മാത്രമേ ഹജ്ജ് നിർബന്ധമുള്ളൂ. എല്ലാവർക്കും നിർബന്ധമില്ല. എന്നിരുന്നാലും എല്ലാ മുസ്ലിങ്ങളും ചെറുപ്പം മുതലേ കേൾക്കുന്ന കാര്യമാണ് ഹജ്ജ്. മാത്രമല്ല, നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഡയറക്ഷൻ, കഅബ എന്ന് പറയുന്ന ആ കറുത്ത ഒരു ബോക്സ്, അത് ആ ഡയറക്ഷനിലോട്ട് തിരിഞ്ഞിട്ടാണ് എല്ലാ മുസ്ലിങ്ങളും നിസ്കരിക്കുന്നത്. ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും അങ്ങോട്ട് തിരിച്ചാണ് നിസ്കരിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യത, ഈ കാബയുടെ പ്രാധാന്യത, അത് ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം. അത് ചില ആൾക്കാരുടെ ചോദ്യം വരുന്നുണ്ട്, നിങ്ങൾ കാബയെ ആരാധിക്കുന്നുണ്ടല്ലോ. ഇല്ല, കാബയെ നമ്മൾ ആരും ആരാധിക്കുന്നില്ല. കാബയെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് വേറൊരു വീഡിയോ സംസാരിക്കാം. അത് നമ്മളൊരു ദിശ മാത്രമാണ്, ഒരു ഡയറക്ഷൻ. അപ്പോൾ ഈ കാബ നിൽക്കുന്നത് മക്കയിലാണ്. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ നിസ്കരിക്കുമ്പം ഈ കാബയുടെ ഡയറക്ഷൻ തിരിഞ്ഞ് നിസ്കരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓൾറെഡി മക്ക, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങൾ, ഇതെല്ലാം നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് കാരണം എല്ലാ മുസ്ലിങ്ങളുടെയും ഹൃദയത്തിൽ ഈ ഹജ്ജ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ കാബാലയത്തിൽ പോകണം എന്നുള്ള ആഗ്രഹം എല്ലാ മുസ്ലിങ്ങളുടെയും ഹൃദയത്തിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ ഹജ്ജ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഒന്ന്, ഞാൻ പറഞ്ഞ്, ഇത് സാമ്പത്തിക ശേഷിയും അതേപോലെ തന്നെ ആരോഗ്യവും ഉള്ള ആൾക്കാർക്ക് മാത്രമേ നിർബന്ധമായിട്ടുള്ളൂ. ഒരു കാര്യം നിങ്ങൾ ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ ആലോചിക്കാനുള്ളത്, ഈ 20 ലക്ഷം ആൾക്കാരാണ് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നത്. ഇതുപോലെ ഒരു ലോകത്തിൽ എവിടെയും ഇതുപോലെ ഉള്ള ഒരു കൺവെൻഷൻ, അതായത് ആൾക്കാർ ഇത്രമാത്രം ആൾക്കാർ കൂടുന്ന ഒരു കൺവെൻഷൻ ലോകത്ത് എവിടെയുമില്ല. ഓക്കെ. ഒന്ന്, ഈ ഇസ്ലാമിൻ്റെ എല്ലാ ചര്യകളും നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം ഈ നമ്മുടെ നിസ്കാരം എന്ന് പറയുന്ന സംഗതി എടുക്കാം. നമ്മൾ മുസ്ലിങ്ങൾ 5 നേരം നിസ്കരിക്കുന്നുണ്ട് അല്ലേ? ഈ 5 നേരം നിസ്കരിക്കാനും പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ
അവിടെ കാണുന്നത്, ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ അധികം മലയാളികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും അവിടെ നമ്മൾ പണക്കാരനും പാവപ്പെട്ടവനും ബിസിനസ് ചെയ്യുന്ന ആളും ജോലി ചെയ്യുന്ന ആളും എല്ലാ ആൾക്കാരും ഒരുമിച്ച് വന്ന് നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിസ്കരിക്കുമ്പോൾ എല്ലാവരും ലൈനായിട്ട് നിന്നിട്ട്, നിങ്ങൾ നോൺ മുസ്ലിംസ് അമുസ്ലിങ്ങളാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് ആലോചിക്കണം. അവിടെ ലൈനായിട്ട് നിൽക്കുമ്പോൾ അവിടെ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾ ആരാണ്? എനിക്ക് ഒരു പണക്കാരനാവാം, ഒരു പ്രധാനമന്ത്രി ആകാം, അല്ലെങ്കിൽ ഒരു ചീഫ് മിനിസ്റ്റർ ആകാം, എന്തും ആകാം. ആരും വന്നാലും നിൽക്കും. അയാൾക്ക് ഒരു സ്പെഷ്യൽ സ്ഥാനമോ അല്ലെങ്കിൽ സ്ഥലമോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ 5 നേരം നമ്മുടെ നമസ്കാരത്തിൽ 5 നേരം ഈ ഇസ്ലാമിൻ്റെ യൂണിറ്റി, അതായത് ഈക്വാലിറ്റി, നമ്മളെല്ലാവരും ഈക്വലാണ്, നമ്മളിൽ ആരും തന്നെ വലുതോ ചെറുതോ ഇല്ല എന്നുള്ള ആ പ്രിൻസിപ്പിൾ നമ്മൾ എല്ലാ നമസ്കാരത്തിലും അത് പ്രാക്ടീസിൽ കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് ഇത് തന്നെ ഹജ്ജിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോകത്തുള്ള മൊത്തം ആൾക്കാർ, അതായത് എത്രയോ രാജ്യങ്ങൾ, 200-ൽ പരം രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ പോയാൽ കറുത്ത വർഗ്ഗക്കാരെ കാണാം, വെളുത്ത ആൾക്കാരെ കാണാം, അതേപോലെ തന്നെ നമ്മുടെ അറബ് രാജ്യങ്ങളിലുള്ള ആൾക്കാരെ കാണാം, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവരെല്ലാവരും അവിടെ ഒരുമിച്ച് ഒരൊറ്റ സ്ഥലത്ത് കൂടുകയാണ്. മാത്രവുമല്ല, വേറൊരു അതിശയിപ്പിക്കുന്ന ഒരു സംഗതി, ഈ അവിടെ വരുന്ന ആണുങ്ങളുടെ ഒരു വേഷവിധാനമുണ്ട്, അത് ഒരു ഡ്രസ് കോഡുണ്ട്. അതായത് ഹജ്ജിന് വരുന്ന 2 തുണികൾ, അതായത് ഒന്ന് നമ്മുടെ അപ്പർ ബോഡി മറക്കാനും ഒന്ന് ലോവർ ബോഡി താഴത്തെ ഭാഗം മറക്കാനും ഒരു മുണ്ട് പോലെ ഒരു മുണ്ടും പിന്നെ ഒരു നമ്മൾ തോളത്തിടുന്ന ഒരു തുണിയും. ഈ രണ്ടും വെള്ളയാണ്. എല്ലാവരും രാജാവായാലും പ്രിൻസ് ആയാലും പ്രധാനമന്ത്രി ആയാലും കോടീശ്വരനായാലും പാവപ്പെട്ട മനുഷ്യനായാലും എല്ലാവരും ഒറ്റ വേഷവിധാനമാണ്. അവിടെ വന്നാൽ ആരും തിരിച്ചറിയത്തില്ല, ആരാണെന്നുള്ള അറിയാൻ പറ്റില്ല. ഇത് എല്ലാവരും വന്നിട്ട് ഒരൊറ്റ സ്ഥലത്ത് 20 ലക്ഷം ആൾക്കാർ ജോയിൻ ചെയ്യുകയാണ്. ആ ദിവസമാണ് ഇന്നത്തെ ദിവസം, അറഫ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പിറ്റേ ദിവസം നമ്മുടെ ബലിയുടെ ദിവസമാണ്. അതായത് നമ്മൾ ഈ ആടിനെ അറുക്കുക അതിൻ്റെ ദിവസമാണ്, അല്ലെങ്കിൽ ക്യാമൽ, അല്ലെങ്കിൽ എന്താ ആനിമൽ വെച്ചാൽ അറുക്കുക. അപ്പോൾ ഈ ഹജ്ജ് എന്ന് പറയുന്ന സംഭവം ഇതൊരു വലിയൊരു ഇസ്ലാമിൻ്റെ ഒരു വലിയൊരു ചിഹ്നമാണ്, യൂണിറ്റിയുടെ ഒരു ചിഹ്നമാണ് അവിടെ കാണുന്നത്. ഈ ഹജ്ജ് എന്ന് പറയുന്നത് ഇത് അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അധികം കാര്യങ്ങളും നമ്മുടെ ഈ പ്രോഫറ്റ് ഇബ്രാഹിം അല്ലെങ്കിൽ എബ്രഹാം എന്ന് നമ്മൾ ബൈബിളിൽ പറയും. ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹത്തിൻ്റെ പുറത്ത് അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ, ഇബ്രാഹിം അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹാജറ അലൈഹിസ്സലാം, പിന്നെ അവരുടെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്മായിലാണല്ലോ അവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചത്, ഇസ്മായിലിനെയാണ്. ഇസ്മായിൽ എന്ന് പറയുന്ന മകൻ, പ്രവാചകൻ ഇസ്മായിൽ, ഈ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഏകദേശം 14 കൊല്ലം ഇസ്ഹാക്കിന് മുമ്പ് ജനിച്ച കുട്ടിയാണ്. ആ കുട്ടിയാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാം. ആ കുട്ടിയെ അവിടെ കൊണ്ട് പാർപ്പിച്ചു. ആ കുട്ടിയും ആ കുട്ടിയുടെ ഉമ്മയായ ഹാജറയും അവിടെ വെള്ളം ഇല്ലാതെ ഹാജറ ഓടുന്ന രംഗം കാണാം. സഫ എന്ന് പറയുന്ന ഒരു മല ഉണ്ട്, പിന്നെ മറുവ, ഇതിൻ്റെ ഇടയിൽ ഒരു 7 പ്രാവശ്യം ഓട്ടമുണ്ട്. ആ ഓട്ടത്തിന് ശേഷം പടച്ചവൻ അവർക്ക് അവിടെ സംസം എന്ന് പറയുന്ന വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. അവർ ചെയ്ത ഇബ്രാഹിം അലൈഹിസ്സലാം, ഹാജറ, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇവരുടെ കാര്യങ്ങൾ അനുസ്മരിപ്പിക്കുകയാണ് നമ്മൾ, അനുസ്മരണമാണ് നമ്മൾ അവിടെ ഹജ്ജിന് പോകുമ്പം കാണുന്നത്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ആണ് ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിച്ചിരുന്നത്. ഏകദേശം 4000 കൊല്ലങ്ങൾക്ക് മുമ്പ്, അല്ലേ? ഈ ജീസസിന് മുമ്പ്, പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു മുമ്പ്, ജീസസിന് മുമ്പ്, മൂസ അലൈഹിസ്സലാമിന് മുമ്പ് 4000 കൊല്ലം. ഇവിടെ നിന്ന് നമ്മൾ ഇന്നത്തെ സമയം എടുത്ത് നോക്കുക, ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 4000 കൊല്ലം മുമ്പാണ് ജീവിച്ചിരുന്നത്. ആ സമയത്ത് പടച്ചവൻ ഖുർആനിൽ പറയുന്നു, ഹജ്ജ് എന്ന് പറയുന്ന ഒരു സൂറ 22ാമത്തെ സൂറയാണ്. ഹജ്ജ് എന്ന് പറയുന്ന സൂറയിൽ അള്ളാഹ് ഇബ്രാഹിമിനോട് പറയുകയാണ്, നിങ്ങൾ ഹജ്ജിലേക്ക് ആൾക്കാരെ വിളിക്കുക, ഹജ്ജിനായിട്ട് ആൾക്കാരെ വിളിക്കുക.
ഇവർ നടന്നും അതേപോലെ തന്നെ മെലിഞ്ഞ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്നും ദൂരത്തു നിന്നുള്ള മലമ്പാതകൾ തരണം ചെയ്ത് അവർ വരും, നിങ്ങൾ വിളിച്ചോ എന്ന് പറയും. ഇതൊന്ന് ആലോചിച്ചോ, ഇതൊരു മിറക്കിളാണ്. അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ ഹജ്ജിലേക്ക് ആൾക്കാരെ വിളിക്കുമ്പം ഒരു മനുഷ്യനില്ല. പക്ഷേ ഇന്ന് 20 ലക്ഷം ആൾക്കാരാണ്. ഈ 20 ലക്ഷം എന്ന് പറയുന്നത് തന്നെ അവിടെ അവർ വിസ അതിന് ലിമിറ്റ് വെച്ചിട്ടാണ്. അതായത് കാരണം അവിടെ ആൾക്കാർ കൂടുമ്പം അത്രമാത്രം ആൾക്കാരെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് സൗകര്യം ഉണ്ടാക്കാനും വേണ്ടി ആ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലും ഉപരി ആൾക്കാർ അവിടെ എത്തും. അപ്പോൾ ഈ സംഗതി ആണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ മുസ്ലിങ്ങളെല്ലാവരും പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. ഹജ്ജിന് പല ആൾക്കാരും ചെറുപ്പം മുതലേ തന്നെ അവർ പൈസ ഒരുക്കൂട്ടി ആ ഹജ്ജിന് വേണ്ടി സമ്പാദിച്ച് വെച്ച് അതിന് മാറ്റി വെച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹജ്ജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കാം. ഹജ്ജിന് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഇനി ഹജ്ജിന് പോകാനുള്ള സൗകര്യം പടച്ചവൻ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.